സ്ക്രീനിലെ മികച്ച കെമിസ്ട്രി ജീവിതത്തിലും പകർത്തിയിരിക്കുകയാണ് മേഘ മഹേഷും സൽമാനുൽ ഫാരിസും. അടുത്തിടെയായിരുന്നു ഇരുവരും വിവാഹിതരായത്. വിവാഹ വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു. വ്യത്യസ്ത മതവിഭാഗക്കാരായതിനാൽ തന്നെ പ്രണയമറിഞ്ഞപ്പോൾ എതിർപ്പുകളേറെയായിരുന്നു. രജിസ്റ്റർ മാരേജിലൂടെയായിരുന്നു ഇവരൊന്നിച്ചത്. സൽമാന്റെ കുടുംബവും ഇവരെ അംഗീകരിച്ചിരുന്നു. മകളുടെ വിവാഹ സമയത്ത് മേഘയുടെ അച്ഛനും രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു. വിവാഹശേഷവും അച്ഛനും മകളും വിളിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു. കല്യാണം കഴിഞ്ഞതോടെയായിരുന്നു നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന് ആരാധകർ ഇവരോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ നിർബന്ധത്തെ തുടർന്നായിരുന്നു ഈയൊരു തുടക്കമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു. ഇനി നിങ്ങളെ മിനിസ്ക്രീനിൽ ഒന്നിച്ച് കാണാനാവില്ലേ? സഞ്ജു ലച്ചു കെമിസ്ട്രി ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. എന്നാൽ അവസരം ലഭിച്ചാൽ അത് സംഭവിക്കുമെന്നായിരുന്നു മേഘയും സൽമാനും പറഞ്ഞത്. വിവാഹത്തോടെയായി മേഘ മതം മാറിയോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. ഇടയ്ക്ക് തലയിൽ തട്ടമിട്ടുള്ള ചിത്രങ്ങൾ ഇരുവരും പോസ്റ്റ് ചെയ്തിരുന്നു. പുത്തം ചിത്രങ്ങളിലും ഇതേ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ബ്ലോഗിലൂടെയായി ജീവിത വിശേഷങ്ങളെല്ലാം ഇരുവരും കാണിക്കുന്നുണ്ട്. തങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി Q&A വീഡിയോകളും ചെയ്യാറുണ്ട്. പെരുന്നാളിനോടനുബന്ധിച്ചെടുത്ത പുതിയ ഫോട്ടോഷൂട്ടിലും മേഘ തലയിൽ തട്ടമിട്ടിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് മേഘ മതം മാറിയോ എന്ന ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചത്. എന്നാൽ ഇരുവരും തങ്ങളുടെ മതം മാറില്ലെന്നും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹമെന്നും ഇരുവരും പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് ആഗ്രഹം. ഇരുവരും ഇഷ്ടപ്പെട്ട മതത്തിൽ തന്നെ തുടരുമെന്നും മേഘയും സൽമാനും ഒരുമിച്ച് പറഞ്ഞു. അടുത്തിടെ മേഘയുടെ വീട്ടുകാരും മേഘയെക്കുറിച്ച് വാചാലരായിരുന്നു. മകളെക്കുറിച്ച് അമ്മ സംസാരിക്കാറുണ്ട് എങ്കിലും മകൾ ചെയ്തത് തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നും അതിന് സമയമെടുക്കുമെന്നും മേഘയുടെ അമ്മ തുറന്നു പറഞ്ഞിരുന്നു. ബാലതാരമായിട്ടാണ് മേഘ മിനിസ്ക്രീൻ രംഗത്തേക്ക് എത്തിയത്. നിരവധി സീരിയലുകളിലും മേഘയും സഹോദരനും സജീവമായിരുന്നു. 19 വയസ്സാണ് മേഘയ്ക്ക്. സൽമാന് 32 വയസ്സും. വീട്ടുകാരെക്കുറിച്ച് ചോദിച്ച് മേഘയെ വിഷമിപ്പിക്കരുതെന്ന് സൽമാനും കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞു.